അതിനോട് കിടക്കുന്നുണ്ട്. ഉള്ള റോള് വൃത്തി ചെയ്തിട്ടുണ്ട്, ആള് മാസമായി ചെയ്തിട്ടുണ്ട്. പുഷ്പ 1 പ്രതീക്ഷിച്ച് പുഷ്പ 2ലേക്ക് വരണ്ട. പിന്നെ നമ്മുടെ പിള്ളേർ പറഞ്ഞു തമിഴിൽ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പടം നന്നായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മലയാള താരം ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറയാനില്ല. അതിന്റെ റോള് കുഴപ്പമില്ല, അത്ര ഫസ്റ്റിന്റെ അത്ര പോരാ, പ്രതീക്ഷ ലെവലായിട്ട്. കാരണം സ്റ്റോറി ലൈൻ ഉണ്ട്, അത് മാത്രമല്ല ലാസ്റ്റ് കുറച്ച് ലാഗ് അടിച്ചു. ഇവൻ വിചാരിച്ച എല്ലാം നടക്കുന്നുള്ളൊരു ചിന്താഗതി, വേറെ ഒന്നല്ല. ആവറേജ് ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി. ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് വരണ്ട, വലിയ എക്സ്പെക്ടേഷൻ വേണ്ട. 1 റേഞ്ച് വരണ്ട. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ കൊടുത്തിട്ടുണ്ട്, നല്ലവണ്ണം ലാഗ് അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫാമിലിക്ക് വേണ്ടി കുറച്ച് സെന്റിമെന്റ് ഫസ്റ്റിലുണ്ട്. ഇന്റർവ്യൂ ശേഷം കുറച്ചും കൂടി ലാഗ് ആയിട്ടുണ്ട്. 1 ടൈം വാച്ച് മൂവി. അതിനോട് കിടക്കുന്നുണ്ട്. ഉള്ള റോള് വൃത്തി ചെയ്തിട്ടുണ്ട്, ആള് മാസമായി ചെയ്തിട്ടുണ്ട്. പുഷ്പ 1 പ്രതീക്ഷിച്ച് പുഷ്പ 2ലേക്ക് വരണ്ട. എക്സ്പെക്ടേഷൻ കൊണ്ട് 1 ടൈം കാണാം. ആവറേജ് മൂവി. അതിനാട്ടാ ഫസ്റ്റത്തെ ആ ഒരു പഞ്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ചെയ്ത്. പിന്നെ ഭയങ്കര 3 മണിക്കൂറിന് മേലെ വടവുള്ളതുകൊണ്ട് കുറച്ച് ലാഗ് നല്ലോണം ഫീൽ ചെയ്തു. ചില സമയത്തൊക്കെ നമുക്ക് ചില സീനുകൾ തോന്നും, നമുക്ക് എന്താ പറയുക, ഇതൊക്കെ വേണമായിരുന്നോ എന്ന് തന്നെ ചിലപ്പോൾ തോന്നും. ചില ആവശ്യമില്ലാത്ത കുറേ സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് കുറച്ച് ടൈറ്റ് ആക്കിയാണെങ്കിൽ പടം സൂപ്പറായിട്ട് വരുന്നത്. ഫസ്റ്റത്തെ ആ പഞ്ച് കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് വളരെ മോശം. നെഗറ്റീവായിട്ട് തോന്നണമെന്ന് വെച്ചാൽ നമുക്കിതൊരു സീരിയസ് ആയിട്ട് തോന്നിയില്ല, കുറേ കോമഡി പോലെയൊക്കെ തോന്നി ഈ കാട്ടിക്കൂട്ടലുകൾ. പിന്നെ മൊഴി മാറുന്ന ആ ഒരു ഇതുണ്ടല്ലോ, തെലുങ്ക് പടം മലയാളം ഡബ്ബിങ് വേർഷൻ അത്ര നന്നായിട്ടില്ല. ഫസ്റ്റ് 1ന്റെ അത്ര പോരാ. ഇൻ്റർവ്യൂ വരെ സൂപ്പറായിരുന്നു. ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ പ്രതീക്ഷ അത്ര വന്നില്ല. ഇനി 3ൽ വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പിള്ളേർ പറഞ്ഞു തമിഴിൽ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പടം നന്നായിട്ടുണ്ട്. 3.5 മണിക്കൂർ എന്താ പടമുണ്ട്. എന്താ ഒരു മെയിൻ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ആ ബാക്ക് സൈഡിലിരുന്ന് AC തണുത്തിട്ട് ഇപ്പോഴും വിറവിട്ടിട്ടില്ല. ഉള്ളത് ഓപ്പണായി പറയാലോ, അതിൻ്റെ അടുത്താണ് നമ്മൾ പോയി ഇരുന്നിരിക്കണേ. പക്ഷേ പടം മാസ്, ഒന്നും പറയാനില്ല. ഇനി 3ാം ഭാഗം കൂടി വരാനുണ്ട്, എല്ലാവരും കാണുക. ഫസ്റ്റ് ഭാഗം പൊളി. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലയാള താരം ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറയാനില്ല, അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഈ ചങ്ങാതിന് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സൈഡായി മാറും. ആ ലെവലിലേക്കാണ് പോകുന്നത്, അല്ലേ? ഞാൻ ആരാധകൻ അല്ല, നല്ലതെന്തോ ഞാൻ അതിന് അഭിപ്രായം പറയുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഫാൻസ് കാര്യങ്ങൾ പൊതുവേ കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി അല്ലു അർജുൻ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബാഹുബലിയിലെ നായകൻ അങ്ങനെയൊന്നുമില്ല. നല്ല പടം ഏതാണോ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെയാണ് പോവാറ്. നല്ല പടം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവും, കാണും, നൈസായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഇത്. പക്ഷേ പടം കണ്ടതിൽ എനിക്ക് ബോധ്യപ്പെട്ടു, നന്നായിട്ടുണ്ട്. 3.5 മണിക്കൂർ സംഭവം പൊളിച്ചടുക്കിയിരിക്കുകയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, പടം നല്ല പടം, നല്ല സ്പീഡാണ്. 3.5 മണിക്കൂർ പടമുണ്ട്, കുഴപ്പമില്ല. നല്ല സോങ്സും നല്ല മ്യൂസിക്, കുഴപ്പമില്ല. നല്ല ടൈം, നല്ല സ്പീഡുണ്ട് പടം, കുഴപ്പമില്ല. അതിൽ ബോറടിക്കും. 3 അടുത്തത് 3 വരുന്നുണ്ട്, അതും കുഴപ്പമില്ല. ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.